ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലെ കൊള്ളിക്കിഴങ്ങ് കാണിച്ചു തരാനാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഉമ്മച്ച് നട്ടേണ്ടോ, കുറേ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്കിത് പറിച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. ഇത് പറിക്കുന്നത് വാപ്പിക്ക് ഗൾഫിലോട്ടേക്ക് അയച്ചു കൊടുക്കാനുണ്ടോ. ഉമ്മച്ചിയാണ് ഇത് പറിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മേലിലുള്ള ചില്ലൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വേണം ഇത് പറിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഉമ്മച്ചി പറിക്കുന്നുണ്ട്, ഇക്കാക്കയും സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ അടിയിലുള്ള ഈ മണ്ണൊക്കെ കളഞ്ഞാലേ മാത്രമേ ഇത് വലിച്ചെടുക്കാറ്റുള്ളൂ. അതിന് മുമ്പ് തന്നെ ഈ മേലത്തെ ചില്ല വെട്ടിക്കളയുന്നുണ്ട് ഉമ്മച്ചി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അടിയിൽ മണ്ണ് കളഞ്ഞിട്ട് ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് തന്നെ ചില്ല വെട്ടിക്കളഞ്ഞു. ഇനി ഉമ്മച്ചി ഒരു കൈക്കോട്ടും കൊണ്ട് ആ മണ്ണെല്ലാം ഇങ്ങനെ കളയണ്ടോ. അപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് ഈസി ആവാൻ വേണ്ടിയാണ് ആ ചോട്ടിലുള്ള മണ്ണൊക്കെ കളയണത് കേട്ടോ. നമുക്ക് മണ്ണ് കളയുമ്പോഴാണ് നമുക്ക് അറിയാറ്റുള്ളൂ എത്രത്തോളം ഉണ്ടെന്ന്. നമുക്ക് എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ എത്ര വലുതാണെന്ന്. അപ്പോൾ എന്തായാലും ഇക്കാക്ക അതിനൊന്ന് വലിച്ച് പറിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ ഈ നോക്കുന്നത്. അത്യാവശ്യം ഭാരമുണ്ട് കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മളത് ഇളക്കി പറിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റിയില്ല. ഇതിൽ വീണ്ടും മണ്ണ് മാറ്റി രണ്ടാമതൊരു വലിച്ചപ്പോൾ പറ്റി കേട്ടോ. കണ്ടോ, അത്യാവശ്യം വലിയ ഇതായിരുന്നു കേട്ടോ, കിഴങ്ങായിരുന്നു കേട്ടോ. നീളത്തിലുള്ളതായിരുന്നു, തടി അങ്ങനെ ഇല്ല, എന്നാലും നീളത്തിലുള്ള നല്ല വലിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരെണ്ണം പറിച്ചു, പിന്നെ വിചാരിച്ചു ഒരെണ്ണം കൂടി പറിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അതേ കൂട്ട് തന്നെ നമ്മൾ ഇത് വെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കേണ്ടോ. ഇതിൻ്റെ ആ മണ്ണ് കുറച്ച് കളഞ്ഞാൽ മതിയായിരുന്നു, എന്ന് വെച്ചാൽ അധികം മണ്ണില്ലായിരുന്നു അതുമ്മ. പക്ഷേ ഈ ഒരു ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ കപ്പ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇതധികം വലുതായില്ല, അതുകൊണ്ട് തന്നെ അധികം കിഴങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത പറിച്ച് നോക്കി, ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വലിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒരു കപ്പയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ, മര്യാദക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതിന് അത്യാവശ്യം തടി ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി എടുത്തു കൊണ്ടുപോയിട്ട് വീടിൻ്റെ അവിടെ വെച്ച് ഇതെല്ലാം വെട്ടി ഇതാക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേറൊന്നും കൂടി പറിച്ചു നോക്കി. ഇതിൻ്റെ അകത്ത് അതെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല, ചില ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചില ഇതിലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയാട്ടോ ഇത് വെട്ടി ഈ കമ്പുമെന്ന് ഇത് വെട്ടി കപ്പ മാത്രമായിട്ട് എടുക്കണത്. അപ്പോൾ ഇനി ഇതെല്ലാം കമ്പുമെന്ന് വെട്ടിയെടുത്തിട്ട് വേണം കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഇലയും കൊണ്ടൊരു മാല ഉണ്ടാക്കി കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ മാലൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഫസ്റ്റ് വിചാരിച്ച് ഞാനിടാന്ന്, പിന്നെ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു കപ്പൊക്കെ ഇട്ടെടുത്തു, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് തിന്ന് നോക്കി കേട്ടോ. തിന്നപ്പോൾ കയ്പൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കപ്പ വെറുതെ തിന്നാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത്രയും കപ്പ നമുക്ക് ലാസ്റ്റ് കിട്ടി. ഇനി നമുക്കിതൊന്ന് വെയിറ്റ് എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ വരാം. ടാറ്റാ.